എം വിജിൻ ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ പഴയ കാലമല്ല, പ്രത്യേകിച്ച് കോവിഡ് അനന്തരം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച്, വേഗത്തിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്, സമൂഹത്തിന്റെ കൺസംഷൻ രീതികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതിന് കൂടുതൽ ആധുനികീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഴയ മോഡലിൽ നിന്ന് നമ്മൾ 2010-ലോ 2015-ലോ സ്വീകരിച്ച അതേ ആക്ഷനും അതേ പ്ലാനും ഇപ്പോൾ വർക്കൗട്ട് ആവില്ല, സാധിക്കില്ല. അതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇഷ്യൂവേ അല്ല. അപ്പോൾ ഇത് ഒരു ഇഷ്യൂ ആയി സഭയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒക്കെ വരുമ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ അവിടെ ഒരു ഫോക്കസ് കൊടുക്കുക, ഒരു കുറച്ചധികം പണം ഈ വിഷയത്തിലേക്ക് നീക്കി വെക്കുക, അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകേണ്ട സമയം കേരളത്തിൽ വന്നിരിക്കുന്നു. ഇതാണ് അതിന്റെ സമയം എന്ന് തോന്നുന്നില്ലേ? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ റോജി എം ജോണും ശ്രീ പ്രിൻറ്റു മഹാദേവിയോട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ ഇവിടെ വളരെ കൃത്യമായി നാം ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ കേരളമാണ് എന്തോ ഈ ലഹരി ഉപയോഗത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ നാം പ്രധാനമായും കാണേണ്ടത് ദേശീയ തലത്തിലൊരു പഠന റിപ്പോർട്ട്, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ 2019. അതിൻ്റെ കണക്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ദേശീയ തലത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഞാൻ ആധികാരികമായി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ ഉപയോഗിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB പുറത്തിറക്കിയ 2024 പത്രക്കുറിപ്പ് അനുസരിച്ച് 25,000 കോടിയാണ് മയക്കുമരുന്നിൽ ഇന്ത്യയിൽ പിടികൂടിയത്. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. കേരളത്തിൽ അത് വളരെ ചെറിയ തുകയുടേതാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, ഒന്ന്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഗൗരവമായി തന്നെ നമ്മുടെ ഗവൺമെന്റ് കാണുകയാണ്. അബ്കാരി കേസുകളിൽ 94%, ലഹരി മരുന്ന് കേസുകളിൽ 97.4% പ്രതികൾ അറസ്റ്റിലായ സംസ്ഥാനമാണ് കേരളം. വളരെ വേഗതയിൽ അതിന്റെ ആക്ഷൻ എടുക്കുന്നു. അതിനൊപ്പം ഈ ലഹരി എന്നത് ഒരു ആക്ഷനിലൂടെ മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതല്ലേ നമ്മൾ ഇവിടെയും ഗൗരവത്തോട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിമുക്തിയിലൂടെ കഴിഞ്ഞ ഗവൺമെന്റിന് 2022 ശേഷം നമ്മളെ സർക്കാർ തീരുമാനിച്ച നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിന് ശേഷം വിദ്യാലയങ്ങളെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. അതിനെ തുടർന്നുള്ള ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. 59,917 സ്കൂളുകളിലാണ് ബോധവൽക്കരണ പരിപാടികൾ ഒരു വർഷം മാത്രം സംഘടിപ്പിച്ചത്. 5,828 കോളേജുകൾ പരിപാടികൾ സംഘടിപ്പിക്കുക, ആക്ഷൻ പ്ലാനുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റിലും കേരളം ഒന്നാമതെന്ന രീതിയിൽ തന്നെ ഇന്ത്യയിൽ കണക്കുകൾ വെച്ച് മുന്നേറാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഞാനിവിടെ കണക്കുകൾ വെച്ച് ഇതിനെല്ലാം മറികടന്ന് പോകണം എന്നല്ല പറയുന്നത്. എക്സൈസ് സംവിധാനം വളരെ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സംവിധാനം ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടണം. അതാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇനിയും ഇടപെടണം. പക്ഷെ ഒരു ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇവിടെ വന്ന് കേരളം എന്തോ ഒരു ആക്ഷനും ഉണ്ടാകുന്നില്ല, കേരളം അവിടെ ഇടപെടുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും നന്നായി എൻഫോഴ്സ്മെന്റ് ഉള്ളത് കേരളത്തിലാണ്. കണക്കുകൾ ഡാറ്റ വെച്ചുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിലല്ല. നോക്ക്, ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വരുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇന്ത്യയിലെ ചില തുറമുഖങ്ങൾ രാജ്യസഭയിൽ മറുപടി കൊടുക്കുകയുണ്ടായി. അതിൽ കേരളത്തിലൊരു തുറമുഖവും ഇല്ല. എന്തുകൊണ്ടാ? കേരളത്തിലൊരു തുറമുഖത്തിലും ഇറക്കാൻ ഈ ലോബിക്ക് പറ്റില്ല. കാരണം അത്രയും ആക്ഷൻ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെ നാം ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, പ്രിൻറ്റു മഹാദേവിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കില്ലേ? ഇവിടെ നമുക്ക് പലപ്പോഴും കേസുകൾ എടുത്ത് ബെയിലബിൾ കേസുകളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അത് നർക്കോട്ടിക് ആക്ട് 1985, ആ ആക്ടിൽ 0.5 ml താഴെ MDMA ആണെങ്കിൽ കേസില്ല, ജാമ്യത്തിൽ വിടാം. 1 കിലോഗ്രാമിൽ 1 കിലോഗ്രാമിൽ താഴെ 999 ഗ്രാം ആണെങ്കിൽ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ജാമ്യം കൊടുക്കുകയാണ്. ആ ആക്ടിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സംസ്ഥാനത്ത് സാധിക്കുന്ന ഒന്നാണോ? അത് വളരെ ഗൗരവപൂർവ്വം നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? കേന്ദ്രം അതിൽ ആക്ട് ചെയ്യേണ്ടതില്ലേ? വളരെ ഗൗരവത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതി ഉൾപ്പെടെ കൊണ്ടുവരേണ്ട ഒരു ഘട്ടം ഈ കാര്യത്തിൽ, ലഹരിയുടെ കാര്യത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ്. സംസ്ഥാനത്തിന് അത് പരിമിതിയില്ലേ? പക്ഷെ കേരള ഗവൺമെന്റ് ഇതിനകത്ത് എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും കണക്കുകൾ വെച്ച് നോക്കിയാലും ഗവൺമെന്റ് ഇടപെടലുകൾ വെച്ച് നോക്കിയാലും ടെക്നോളജി ഉൾപ്പെടെയുള്ള പിൻബലത്തോടു കൂടി തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ അതെല്ലാം ഓരോന്നെടുത്ത് വിശദീകരിക്കാം. കേരള പോലീസിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ. ഇപ്പോൾ മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ചർച്ചയിൽ ഞാൻ കയറുന്നതിന് 2 മിനിറ്റ് മുന്നേ മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്താ? ജർമ്മനിയിൽ നിന്ന് കൊറിയർ വഴി വന്ന് MDMA ഇവിടെ പിടിച്ചിരിക്കുന്നു എന്നാണ്. ആര്? എക്സൈസ് പിടിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത.
എക്സൈസ് പ്രതിയെ ഉൾപ്പെടെ പിടിച്ചിരിക്കുന്നു. ആക്ഷൻ എത്ര വേഗതയില്ല! കേരളത്തിൽ ഇത്തരം ആക്ഷൻ വളരെ വേഗതയിൽ നടത്താൻ കേരളത്തിൽ എക്സൈസിനും പോലീസിനും നമ്മുടെ ഗവൺമെന്റിനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞത്. അത് മാത്രം പോരാ, പലതരത്തിലുള്ള പഠനങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട്. മഹാവിപത്തിനെതിരായ ഒരുപാട് ഇടപെടലുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ സുഭാഷ് ബാബു അദ്ദേഹം പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം? അത് കുടുംബത്തിൽ നാം ചർച്ച നടത്തേണ്ടതുണ്ട്. അത് സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ച നടത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇവർ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തേണ്ടതുണ്ട്. അതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഇവർ ഉപയോഗിച്ച് അഡിക്റ്റ് ആവുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും തിരക്കാണ്. ഇവരുടെ ഒരു പ്രശ്നം പറയാൻ, നേരത്തെയാണെങ്കിൽ കൂട്ടുകുടുംബം ഉണ്ടാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് പറയാനുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും തിരക്കാണെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ കേൾക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അവരെനിക്ക് ഉപദേശം തരുമായിരുന്നു. ജീവിത സ്റ്റൈലിൽ മാറ്റം വരുന്നു. ഇത് കേൾക്കാൻ പറ്റാത്തപ്പോൾ ഡിജിറ്റൽ മേഖലയിലേക്ക് കടക്കുകയും അഡിക്റ്റായി മാറുകയും ചെയ്യുന്നു. സിനിമയെ നമ്മൾ ലഘൂകരിച്ച് കണ്ടതുകൊണ്ട് കാര്യമില്ല. സിനിമ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഞങ്ങളുടെയൊക്കെ അങ്ങനെ എൻ്റെ ചെറുപ്പം എന്നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ അടുത്ത വീട്ടിൽ ദൂരദർശനിൽ വൈകുന്നേരം സിനിമ കാണാൻ പോകുമ്പോൾ ആകാശദൂതൊക്കെ കണ്ട് കണ്ണ് നനഞ്ഞൊരു ബാല്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ വാത്സല്യവും ഭരതമൊക്കെ കണ്ട് കണ്ണ് നനഞ്ഞ ഒരു ആകാശദൂതൊക്കെ ഒരു ഹ്യൂമാനിറ്റി സൈഡൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ പകർന്ന വലിയ തലങ്ങളുണ്ട്. ഞാനത് സൂചിപ്പിക്കല്ല. പക്ഷെ ഇപ്പോൾ വരുന്ന സിനിമകൾ അതൊരുപാട് ഒരു സിനിമയിൽ ഗ്യാസിന്റെ സിലിണ്ടർ കൊണ്ട് ഒരു കുട്ടിയെ, ഞാൻ അതിന്റെ അപ്പുറം പറയുന്നില്ല, ഇതൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതിനപ്പുറം സിനിമയിൽ ഉണ്ടാകുന്ന വയലൻസ്, കൂടുതൽ ആളുകളെ കൊല്ലുന്ന ആൾ ഹീറോ ആകുന്ന സാഹചര്യം, അതിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം, അതിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനം. ഗവൺമെന്റ് രംഗങ്ങൾ കൊണ്ട് പേടിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ പറയുന്ന ആവേശമാണ് അല്ലെങ്കിൽ മാർക്കോയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ആൽഫ കിഡ്സ് കാണുന്ന കണ്ടന്റ് ശരിക്കും നമ്മൾ കാണുന്നതാണോ എന്ന വേറൊരു പ്രശ്നമുണ്ട്. അവർ ഇതിനേക്കാളും നമ്മൾ കാണാത്ത കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ മലയാള സിനിമയിൽ ഒരു മാർക്കോയോ പണിയോ അതല്ലെങ്കിൽ ആവേശമോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അവർ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിയുക പോലുമില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും അങ്ങ് പറയുന്ന ആ വാദത്തോട് തന്നെ ഞാൻ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഘടകമാകുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലരിലെങ്കിലും അത്തരം സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1999 21 സഹപാഠികളെ വെടിവെച്ച്, അമേരിക്കയിൽ വെടിവെച്ചു കൊന്ന, അധ്യാപകനെ വെടിവെച്ചു കൊന്ന ഒരു വിദ്യാർത്ഥിയുടെ അനുഭവത്തെ കേരളം ഞെട്ടലോടെ ചർച്ച ചെയ്തതിൽ നിന്ന് ഇന്ന് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിലെ 5 പേരെ ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊല്ലുകയും കൂട്ടുകാരനെ വളഞ്ഞിട്ട്, ഒരു 10ാം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിലേക്കും കൊലപ്പെടുത്തുന്നതിലേക്കും കേരളം എത്തുന്നു എന്ന് പറയുമ്പോൾ 99 നാം ഞെട്ടലോടെ അമേരിക്കയിലെ വാർത്ത വായിച്ചുവെങ്കിൽ ഇത് ഞെട്ടലോടെ കേരളം വായിക്കുന്നുണ്ട്. അതിൽ ഈ ഘടകങ്ങളെയെല്ലാം നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് കേവലം ഈ ചർച്ചയിൽ വന്ന് അത് ഗവൺമെന്റിന്റെ മാത്രം അങ്ങനെയല്ല നാം ഇതിനെ കാണേണ്ടത്. ഗവൺമെന്റ് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല എൻഫോഴ്സ്മെന്റ് കണക്കുകൾ പ്രകാരമുള്ള സംസ്ഥാനമാണ് കേരളം. അത് മാത്രം പോരാ, നമുക്ക് ചേർന്നിരിക്കണം, കൂട്ടായി നമുക്ക് ഈ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം.